നമുക്ക് തിരിച്ചെത്തുമ്പോൾ വീണ്ടും വയനാട് മുത്തങ്ങയിലേക്ക് പോകാം. റിയാസ് KMR വിവരങ്ങളുമായി വീണ്ടും ചേരുന്നു. റിയാസ്, ഇപ്പോൾ നമുക്ക് വിശദമായ ദൃശ്യങ്ങളും ഇതോടൊപ്പം എത്തിയിട്ടുണ്ട്. മുത്തങ്ങ ദേശീയപാതയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് കുടുങ്ങിക്കിടന്ന വാഹനങ്ങളും യാത്രക്കാരെയും രക്ഷപ്പെടുത്തി. 25ഓളം വാഹനങ്ങളിലായി 400ഓളം യാത്രക്കാരാണ് കുടുങ്ങിക്കിടന്നത്. റിയാസ്, എങ്ങനെയായിരുന്നു ഈ ഒരു രക്ഷപ്പെടുത്തൽ? ഈ രക്ഷാദൗത്യത്തിന്റെ ഇടപെടൽ പ്രത്യേകിച്ച് അഗ്നിരക്ഷാസേനയും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് ഒപ്പം നാട്ടുകാരോട് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച ഈ രക്ഷാദൗത്യം അത് ഒരുപക്ഷെ നമ്മൾ സമാനതകളില്ലാത്തത് എന്ന് തന്നെ വിശേഷിപ്പിക്കാം. കാരണം നമുക്കറിയാം, മുത്തങ്ങ വനമേഖല എന്ന് പറയുന്നത് നിരവധി വന്യജീവികൾ നിറഞ്ഞ ഒരു വനമേഖലയിൽ രാത്രിയിൽ അതും വെള്ളക്കെട്ടിൽ ജനങ്ങൾ കുടുങ്ങുന്നു. 400ഓളം യാത്രക്കാർ 25ലധികം വാഹനങ്ങളിലായി കുടുങ്ങുന്നു. KSRTC ബസ്സിലും ഒപ്പം തന്നെ കാറുകളിലുമായി എത്തിയ ആളുകൾ, അതിൽ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരുണ്ട് എന്നുള്ളതാണ്. അവർ അവിടെ കുടുങ്ങിപ്പോകുന്നു. കോഴിക്കോട് മൈസൂർ ദേശീയപാതയിൽ പൊൻകുഴിയിലായിരുന്നു വെള്ളം കയറിയത്. ദേശീയപാത 766 ഭാഗമാണിത്. ഇവിടെ വനത്തിൽ കുടുങ്ങിക്കിടന്ന യാത്രക്കാരെ ഇന്ന് പുലർച്ചെ 12:15 രക്ഷാദൗത്യം തുടങ്ങുന്നത്. അതുവരെ അവരൊരു സംയമനത്തോടെ അവിടെ നിർത്താൻ ഉദ്യോഗസ്ഥർക്കും നാട്ടുകാർക്കും സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. അതിനുശേഷം അവരെ ഈ സ്വകാര്യ വാഹനങ്ങളിലും ഒപ്പം തന്നെ KSRTCയിലും ഒക്കെയായി ഉള്ള ഒരു സംഭവം. ഈ KSRTCയിലും ഒക്കെ അവരെ കൊണ്ടുവരുന്നു. കൊണ്ടുവന്ന് അവരുടെ രക്ഷാദൗത്യം നടത്തുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. ഒരുപക്ഷെ സമാനതകളില്ലാത്ത ഒരു രക്ഷാദൗത്യം എന്നുള്ളതാണ്. ഇപ്പോഴും വനമേഖലയിൽ ഉള്ളത് കേടായ ചില വാഹനങ്ങൾ ഉണ്ട്, അത് പുറത്തെത്തിക്കാനായില്ല എന്നുള്ളതാണ്. എന്നാൽ യാത്രക്കാരെയും മറ്റു വാഹനങ്ങളെല്ലാം തന്നെ പുറത്തെത്തിക്കാൻ സാധിച്ചു. ഈ സമയത്ത് ഭക്ഷണമില്ലാതെ ബുദ്ധിമുട്ടിയ യാത്രക്കാർക്ക് സുൽത്താൻ ബത്തേരി വികസനം വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഭക്ഷണം എത്തിച്ചു നൽകുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിനിടെ ഒരു കാട്ടാനയൊക്കെ അതുവഴി കടന്നു പോയിരുന്നു. പക്ഷേ അതിനെയെല്ലാം സമചിത്തതയോടുകൂടി നേരിടാൻ അധികൃതരുടെയും ഒപ്പം നാട്ടുകാരുടെയും എല്ലാം തന്നെ ഒരു രക്ഷാദൗത്യത്തിന് സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ 3.5 മണിക്കൂറിലധികം എടുത്താണ് ഈ രക്ഷാപ്രവർത്തനം നടത്തിയത് എന്നുള്ളതാണ്. കാരണം ഈ വെള്ളക്കെട്ടിൽ നിന്നും ഇവരെ പുറത്ത് എത്തിക്കാനുള്ള ഒരു പരിശ്രമം ഉണ്ടായി. രാത്രിയാണ്, ഇരുട്ടാണ്, കനത്ത മഴയാണ്. അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ്, അതിനെയെല്ലാം മറികടന്നുകൊണ്ടാണ് ഈ ഒരു വലിയ രക്ഷാപ്രവർത്തനം നടത്തിയത്. ശരി, വയനാട്ടിൽ റോഡിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്തി 400ഓളം പേരെയാണ് രക്ഷിച്ചത്.